ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡോക്ടർ റോബിൻ, വേദാലക്ഷ്മി, അഭിൽദേവ് ഈ ഒരു യൂണിവേഴ്സ് ഉടനെങ്ങും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് രാവിലെയും പതിവ് പോലെ ഡോക്ടർ റോബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരാരും തന്നെ കോടതിയിലേക്കോ നിയമ നടപടിയായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ഇവിടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കടന്ന് പരസ്പരം ചെളി വാരി എറിഞ്ഞ് സ്വയം നാറാനായിട്ടാണ് ഇവർക്ക് എല്ലാവർക്കും താല്പര്യം. സോ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി, അഭിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു ജിപേന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ടേ നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ കംപ്ലീറ്റ് പ്രവീണുമായിട്ടുള്ള എന്റെ ചാറ്റും അഭിൽദേവുമായിട്ട് അത് കഴിഞ്ഞ ട്രാൻസാക്ഷന്റെ ചാറ്റും കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈച്ച് ആൻഡ് എവറി ചാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത്, ഇവര് എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയ ധൈര്യമായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞിടക്ക് ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യമുള്ളൂ, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്ന കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അഭിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ജിപേ ചെയ്തു കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്തു കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇത് വേദലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. ഈ ട്രാൻസാക്ഷൻ, ഈ ജിപേ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, ഇത് ക്രിയേറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. ഇത് അനന്തുവിന്റെ സ്റ്റോറിയാണ്. അതിനെപ്പറ്റിയുള്ള പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയുള്ള സ്റ്റോറി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, താണ്ട അതിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷനെ പറ്റി അതിൽ പുള്ളിക്കാരി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും വേദലക്ഷ്മിയുടെ ആ ജിപേ ട്രാൻസാക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മുടെ സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റിനെ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പുറം രാജ്യങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടും ചില്ലറ കോയിനെ കൈ കാണുന്നത് ഫുൾ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. റോബിനെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 എന്ന് മാത്രമായിരിക്കും, മനസ്സിലായോ? 2 ഫ്രം ഒന്നും എവിടെയും വരില്ല. അല്ലെങ്കിൽ ഇത് വരില്ല, 2 ഫ്രം എന്ന് വരില്ല. പിന്നെ മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 എന്നാ വരിക. ഇതുണ്ട്, ഇതിന് മുകളിൽ 6 എന്നാ, ഇത് F എന്നാണ്, മനസ്സിലായില്ലേ? ഇത് വേറൊരു സ്ക്രീൻഷോട്ട്. ഇത് 1 ലക്ഷം രൂപേന്റെ, ഇത് 75,000 രൂപേന്റെ. ഒന്ന് 1 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്, ഒന്ന് 75,000ത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്. ഒന്ന് 15 മാർച്ചിന് നടന്നതാണ്, മറ്റത് 13 മാർച്ചിന് നടന്നതാണ്. ഈ 2 സ്ക്രീൻഷോട്ടിലും 2 ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് F, രണ്ടിലും F അല്ലേ, F എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതിന്റെ പേര് സായി കൃഷ്ണൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ S ആണ് അവിടെ കാണിക്കുക. സ്നേഹ എന്നാണെങ്കിൽ S കാണിക്കുക. അശ്വിൻ എന്നാണെങ്കിൽ A എന്നാണ് കാണിക്കുക. 2 ഫ്രം റോബിൻ രാധാകൃഷ്ണന് എങ്ങനെ F കാണിക്കുമ്പോൾ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി അതും പോട്ടെ, ഇനി അടിയിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ 2 കിടക്കുന്നത് അഭിൽദേവ് K അടിയിൽ.
അബിൽ ദേവ് കെ ആണ് ഇതിൽ 2 കിടക്കുന്നത്. അബിലിനെ വിളിച്ച് ഞാൻ ഈ ഡേറ്റിൽ അബിലിന് പൈസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബിൽ പറഞ്ഞു ഈ ഡേറ്റിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. മനസ്സിലായോ? ഈ ടൈമിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. പിന്നെ അബിൽ ദേവിൻ്റെക്ക് പൈസ വരുമ്പോൾ അത് അബിൽ ദേവിൻ്റെ വൈഫിൻ്റെ പേരാണ് കാണിക്കുക. അബിൽ ദേവിൻ്റെ ഗൂഗിൾ പേക്ക് പൈസ വരികയാണെങ്കിൽ അതിൽ വൈഫിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഈ സാധനങ്ങൾ വരിക. അപ്പം അത് പോട്ടെ, ഇനിയിപ്പോൾ 2 അബിലിന് കാണിച്ചു. പക്ഷെ ഇവിടെ 2 ഫ്രം മുകളിൽ റോബിൻ രാധാകൃഷ്ണൻ, അടിയിൽ 2 അബിലും ഫ്രം പ്രവീൺ പി. മനസ്സിലായോ? ഫ്രം വരുന്നത് പ്രവീൺ പി, 2 അടിയിൽ ഫ്രമും 2ഉം വേറെ 2 ആൾക്കാർ, മുകളിൽ വേറെ 2 ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് ഏത് ഗൂഗിൾ പേ? എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഈ സാധനം തന്നെയാണ് ഇന്നലെ ലക്ഷ്മി എടുത്ത് സ്റ്റോറി ഇട്ടത്. ഓക്കെ, ലക്ഷ്മി ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇന്നലെ രാത്രി കണ്ട പാടെ ഞാൻ ആരെ വിളിച്ച്, അബിൽ ദേവിനെ വിളിച്ച് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി കൃഷ്ണയുടെ വീഡിയോ കണ്ടല്ലോ. അതിന്റെ അകത്ത് സായി പറയുന്നുണ്ട്, ആ 2 GPay ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രവീൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അബിൽ ദേവിന് ഫണ്ട് പോയിരിക്കുന്നത്. അതിന്റെ അകത്ത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി അബിൽ ദേവിന്റെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് വ്യക്തമായിട്ട് സായി ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെടുത്ത് ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മി സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടേക്കുന്നതും സായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് ഞാൻ എവിഡൻസുകൾ ഞാൻ കാണിക്കാൻ പോകണം. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടന്റെ എന്റെ വാട്സ്ആപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 13 അബിൽദേവിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ GPay നമ്പറും കൂടെ എന്തായാലും ഇട്ടേരാ. ഇത് പ്രവീൺ ചേട്ടന്റെ വോയിസ് ആണ്, GPay നമ്പറും കൂടെ ആവശ്യപ്പെട്ട്. സോ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരന്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിന്റെ ചാറ്റാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജന്റാണെന്ന് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലും ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 25,000 കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാർച്ച് 18 ബുധനാഴ്ച പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എൻ്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിന്റെ അകത്ത് അബിൽ ദേവിന് അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിനകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12 പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13 അന്ന് പുള്ളിക്കാരൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് 1 lakh ട്രാൻസ്ഫേർഡ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1 lakh ട്രാൻസ്ഫേർഡ്, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽ ദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റാണ് ഈ കാണുന്നത്. അബിൽ ദേവന് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു. SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടന്റെ വോയിസ് 14 അബിൽ ദേവിന് അയച്ചു കൊടുത്ത ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കൂ. അബിൽ ബ്രോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ,
അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നിനിയിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാം. അത് ഇനിയിപ്പം നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. അത് 2 അക്കൗണ്ടിൽ നിന്നായിട്ട് ഒന്ന് വീതം ഇട്ട് തന്ന് 1 ലക്ഷം വീതം ഇട്ട് തരാം. പിന്നെ 2 ലക്ഷം രൂപ നാളെ തരാൻ പറ്റും. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ് ഞാൻ അബിൽ ദേവൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട 75,000 രൂപ വീണ്ടും പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കേണ്ട ട്രാൻസാക്ഷൻ സ്ലിപ്പ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25,000 രൂപ അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കുന്നതിൻ്റെ സ്ലിപ്പ്. ഇപ്പോൾ ഈ 25,000 കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അബിൽ ദേവൻ്റെ GPay നമ്പർ ഞാൻ മേടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ മാർച്ച് 16-ാം തീയതി ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ റെസിപ്റ്റും ഞാനത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വേണ്ട 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 25,000 രൂപ. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽ ദേവിന് ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് മാർച്ച് 16-ാം തീയതി നടക്കുന്നതാണ്. ഓക്കെ, ബാലൻസ് 2,10,000 രൂപ. ഞാൻ വീണ്ടും എമൗണ്ട് 1,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതിൻ്റെ റെസിപ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ബ്രോ 5 lakhs ട്രാൻസ്ഫേർഡ്, ബാലൻസ് 1 lakh. ഓക്കെ, 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാലൻസ് 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് വീണ്ടും കാശിൻ്റെ കാര്യം ചോദിക്കുന്ന അബിൽ ദേവ്, ഇത് പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18-ാം തീയതി പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വീണ്ടും 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത 1 ലക്ഷം രൂപ. നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ. അതിൻ്റെ അകത്ത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ ചേട്ടനും ഞാനും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാതെ AI ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തത്? രണ്ടാമത്തെ കാര്യം, എനിക്ക് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. നീ അവിടെ അബിൽ ദേവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഫണ്ടേ വന്നിട്ടില്ല, ആ ഡേറ്റിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാന്ന് എന്ത് ചെയ്തു നീ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് പ്രവീൺ ചേട്ടൻ എനിക്ക് വേണ്ടി അബിൽ ദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ സ്ലിപ്സ് ആണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് സായിയുടെ അടുത്ത് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ് നിനക്ക് എന്നെ വിളിച്ച് ചോദിച്ചൂടെ? നീ ഒരു പ്രാവശ്യം എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ ഈ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയച്ചു തരത്തില്ലേ? പിന്നെ എനിക്ക് അബിൽ ദേവിന്റെ അടുത്തും വേദലക്ഷ്മിയുടെ അടുത്തും ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ തന്നെ ഞാൻ എവിഡൻസ് എന്ത് ചെയ്തു കാണിച്ചില്ലേ? നിങ്ങള് സത്യസന്ധരാണ്, സിൻസിയർ ആണെങ്കിൽ പാലവരട്ടം പോലീസ് സ്റ്റേഷനിൽ വാ. നിങ്ങൾക്ക് കാണിക്കാനുള്ള എവിഡൻസ് നിങ്ങൾ കാണിക്കൂ, എനിക്ക് കാണിക്കാനുള്ള എവിഡൻസ് ഞാൻ കാണിക്കാം. ആരുടെ ഭാഗത്താ ശരി എന്നുള്ളത് സത്യം ചെയ്യിക്കട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? ഞാൻ വരാൻ വില്ലിങ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ കള്ളം പൊളിഞ്ഞോ? നിങ്ങൾ സ്റ്റോറി ഇട്ടാൽ നിങ്ങളെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണെന്നുള്ള സ്റ്റോറി നിങ്ങൾ പൊളിഞ്ഞോ? ഇതേപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പൊളിക്കാൻ എന്നെ കൊണ്ട് പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നിയമത്തിന്റെ മുന്നിലേ ഞാൻ പോകുന്നുള്ളൂ. ഇതേപോലെ സത്യം പറഞ്ഞ ഈ പറഞ്ഞ എനിക്ക് ചാറ്റൊന്നും എടുത്തിട്ടാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. പക്ഷെ ഇതേപോലെ മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടാ ഞാൻ പറഞ്ഞത്. ഇത് കാണുന്ന ഓരോ യൂട്യൂബേഴ്സും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ജെന്യൂൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. താങ്ക് യു. സോ ഗൈസ്, ഇതാണ് ഡോക്ടർ റോബിന് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം വേദാലക്ഷ്മി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതായത് ഡോക്ടർ റോബിൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു എവിഡൻസുകളെല്ലാം തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ്, AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോബിൻ എന്തായാലും ഈ ഒരു 13 മിനിറ്റ് 44 സെക്കൻഡുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സീക്രട്ട് ഏജന്റ് സായിയുടെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇൻ കേസ്
ഈ പറയുന്ന സായിച്ചേട്ടൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം. രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായി കാണില്ല. അതായിരിക്കാം ഈ ഒരു വിഷയത്തിലേക്ക് അദ്ദേഹവും വലിച്ചിഴക്കപ്പെട്ടത്. എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഈ ഡോക്ടർ റോബിൻ വെല്ലുവിളിക്കുന്ന ആൾക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവരുടെ കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് അവസാനിക്കും. അതായത് ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയും മറ്റു കാര്യങ്ങളോട് മുന്നോട്ട് പോകാമല്ലോ. എന്തുകൊണ്ട് ഈ പറയുന്ന വേദാലക്ഷ്മിയും അഭിൽദേവും ഉൾപ്പെടുന്ന ഗ്യാങ് ഇതിന് തയ്യാറാവുന്നില്ല? പകരം ഈ സോഷ്യൽ മീഡിയയിൽ കടന്നുകൊണ്ട് എന്തിനിത് തീർക്കുന്നു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എനിക്കറിയത്തില്ല കേട്ടോ. സാധാരണ ഇതിൽ ഞാനൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കോടതിയിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ ഡോക്ടർ റോബിനും ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഒരു ചെളിവാരിയറിൽ പങ്കുചേരുന്നതിന് മുൻപ് അദ്ദേഹം ലീഗലി 2 പ്രാവശ്യം കേസ് കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ. ആ 2 കേസിലും ഇവരെ പോലീസ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകാണ്ട് ഈ പറയുന്ന വ്യക്തികൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. എന്തൊക്കെയോ സസ്പീഷ്യസ് ആയിട്ട് ഇതിനകത്തുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.